ചാപ്റ്റർ യൂണിറ്റ് 1 ആണ്. BPCC 104 സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് എന്നുള്ള ഫസ്റ്റ് യൂണിറ്റ് ആണ്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിൻ്റെ സ്കോപ്സ് എന്തൊക്കെയാണ്, എന്തിനാണ് സൈക്കോളജിയൊക്കെ ഈ സ്റ്റാറ്റൊക്കെ പഠിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ഈ ഫസ്റ്റത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഫീൽഡിലും ഭയങ്കര ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. എഡ്യൂക്കേഷനിലാണെങ്കിലും എക്കണോമിക്സിലാണെങ്കിലും സൈക്കോളജിയിലാണെങ്കിലും. പ്രത്യേകിച്ച് സൈക്കോളജിയിൽ ഒരുപാട് റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ റിസർച്ചുകളൊക്കെ നടക്കണമെങ്കിൽ സ്റ്റാറ്റി ഭയങ്കര അത്യാവശ്യമാണ്. സ്റ്റാറ്റി ഇല്ലാതെ റിസർച്ച് നടക്കാൻ പറ്റൂല. സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് റോള് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച്, പിന്നെ സ്റ്റാറ്റിൻ്റെ ലിമിറ്റേഷൻസും മിസ്ഇൻറ്റർപ്രിറ്റേഷൻസും, സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ്, പിന്നെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ 2 ടൈപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. പിന്നെ മീൻ മീഡിയൻ മോഡ്, അത് വേറെ ചാപ്റ്റർ 3 വരുന്നുണ്ട്. ചെറിയൊരു ഐഡിയ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ അതൊരു മെത്തഡാണ്. ഈ ഡാറ്റാസ് റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ സാമ്പിൾസിൻ്റെ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അനലൈസ് ചെയ്തിട്ട് അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു മെത്തഡ്. ആ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെത്തഡ് ഈ 4 കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ ഇറ്റ് ഹെൽപ്സ് us ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മേക്ക് ഡിസിഷൻസ് യൂസിങ് നമ്പർ. ന്യൂമെറിക്കൽ ഡാറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഡാറ്റാസിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. കളക്ട് ചെയ്യുന്ന മാത്രമല്ല, ക്ലാസിഫൈ ചെയ്യും, അതിനെ ഗ്രാഫുകളായി പ്രസന്റ് ചെയ്യും, പിന്നെ മറ്റൊരു ഡാറ്റാസുമായി കമ്പയർ ചെയ്യും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യത്തെ റിസർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 മെത്തേഡ്സ് ആണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. അപ്പൊ ഈ 2 ടൈപ്പ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ആണ്, പിന്നെ ഒന്ന് ഇൻഫറൻഷ്യൽ ആണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ നിന്നും കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യും റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു റിസർച്ചർ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഒരു വലിയൊരു പോപ്പുലേഷൻ ഉണ്ടാവും. ആ ഒരു വലിയ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യും റിസർച്ചിന് വേണ്ടിയിട്ട്. ആ സെലക്ട് ചെയ്യപ്പെട്ട ആൾക്കാരെയാണ് സാമ്പിൾസ് എന്ന് പറയാം. ഈ സാമ്പിൾസിന്റെ മുകളിൽ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ, റിസർച്ച് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിലൊരുപാട് മെത്തേഡ്സ് ഉണ്ടാവും. സെൻട്രൽ ടെൻഡൻസി കാണുന്നതുണ്ടാവും, ഡിസ്പേർഷൻ കാണുന്നതുണ്ടാവും. ഇങ്ങനെ കുറച്ച് ചെറിയ ഈസി ആയിട്ടുള്ള വളരെ എളുപ്പമുള്ള കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുക. ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് സാമ്പിൾസിന്റെ മുകളിൽ യൂസ് ചെയ്തിട്ട് ആ സാമ്പിൾസിന്റെ മുകളിൽ കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ, അത് മറ്റേ പോപ്പുലേഷനിലേക്ക് ജനറലൈസ് ചെയ്യണമല്ലോ. ഒരു വിഷയത്തിൽ റിസർച്ച് നടത്തി കേരളത്തിലെ കുട്ടികളെ കുറിച്ച്, എന്തെങ്കിലും ഹൈസ്കൂൾ കുട്ടികളെ എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് റിസർച്ച് നടത്താൻ ഉദ്ദേശിച്ചു. കേരളത്തിലെ മുഴുവൻ കുട്ടികളെ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത് നിയർലി ഇമ്പോസിബിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യും, കുറച്ച് സ്കൂളുകളിൽ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്യും. സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരെ സെലക്ട് ചെയ്യലാണ് ഒന്നും കൂടി നല്ലത്. അപ്പൊ ജനറലൈസ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. കുറച്ച് ആൾക്കാരെടുത്താൽ അത് ജനറലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ചിലപ്പോൾ ബയാസ് ഒക്കെ വന്നിട്ട് റിസർച്ച് വാലിഡ് ആയിരിക്കൂല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തത് എന്ത് ചെയ്യും, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും തുടങ്ങിയ 2 ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡ്സ് യൂസ് ചെയ്തിട്ട് ജനറലൈസ് ചെയ്യും. സാമ്പിൾസിന് കിട്ടിയ റിസൾട്ട് എടുത്തിട്ട് ബാക്കിയുള്ള പോപ്പുലേഷനിലേക്ക് അപ്ലൈ ചെയ്യും. അതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അതാണ് ഒരു ഉദാഹരണത്തിന് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലോ, കൗണ്ടിങ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസിങ് ഈച്ച് ഇയർ. ഓരോ വർഷവും എത്ര കുട്ടികളാണ് SLC പാസ്സാവുന്നത്, എത്ര കുട്ടികൾ ഫെയിലായി, ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമാണ്. സിമ്പിളാണ്.
കണക്കുകൾ നോക്കുക, ഓരോ കാര്യത്തിന്റെ ഓരോ വിഷയത്തിന്റെ കണക്കുകൾ നോക്കുക. ഒരു വർഷം എത്ര റെയിൻഫോൾ ഉണ്ടായി, എത്ര പിന്നെ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തു കോളേജുകളിലേക്ക്, എത്ര ആൾക്കാർ ജനിച്ചു, എത്ര ആൾക്കാർ മരിച്ചു, ഇതൊക്കെ കണക്കുകളാണ്. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പെടുന്നതാണ്. പിന്നെ ഫൈൻഡിങ് ദ ആവറേജ് മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ടെസ്റ്റ്, അത് ആവറേജ് മാർക്ക് ഒരു എക്സാം നടത്തിയിട്ട് ആ എക്സാമിൽ കുട്ടികൾക്ക് ആവറേജ് ആയിട്ടുള്ള മാർക്ക് എത്രയാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, സെൻട്രൽ ടെൻഡൻസി. ഇങ്ങനത്തെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ചില മെത്തേഡ്സ്, ഇതൊക്കെ വളരെ ഈസിയാണ്. അടുത്തത് നോക്കാം. മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് വർക്കിംഗ് വിത്ത് നമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ടെൽ us. ഈ സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ നമ്പറുകളിലൂടെ ഉള്ള ഒരു കളിയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ഓരോ ഡാറ്റാസും ഓരോ കാര്യങ്ങളും എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്പേഴ്സിലൂടെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് us to see patterns and make better choices based on data. ഓരോ വിഷയങ്ങളിലുള്ള പാറ്റേൺസ് മനസ്സിലാക്കാനും ബന്ധങ്ങൾ മനസ്സിലാക്കാനും വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യും. പിന്നെന്താ, അതനുസരിച്ചിട്ട് ബെറ്റർ ചോയ്സസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇപ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ സ്റ്റാറ്റ് യൂസ് ചെയ്ത് നമ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് റിസർച്ച് ചെയ്തു, റിസൾട്ടുകളൊക്കെ കിട്ടി. അപ്പോൾ ഒരു റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഇനിയും ആ റിസർച്ചിൽ, ആ വിഷയത്തിൽ, റിസർച്ച് ചെയ്യപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ഇംപ്ലിക്കേഷൻസ് നമുക്ക് അതിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഒക്കെ നോക്കാൻ പറ്റും സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട്. എക്സാമ്പിൾ നോക്കാലോ, കാൽക്കുലേറ്റിംഗ് ദ ആവറേജ് റെയിൻഫോൾ ഇൻ എ മന്ത്. ഒരു മാസം എത്ര ശതമാനം മഴ പെയ്തു എന്ന് നോക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് നോക്കുക. അതാ ഞാൻ പറഞ്ഞു, സൈക്കോളജിയിൽ മാത്രമല്ല ബാക്കി എല്ലാ വിഷയങ്ങളിലും സ്റ്റാറ്റി ഭയങ്കര അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കൗണ്ടിങ് ഹൗ മെനി സ്റ്റുഡൻസ് ലൈക്ക് ഡിഫറെന്റ് സബ്ജക്ട്സ്, ഇതൊക്കെ ഓരോ ഉദാഹരണങ്ങളാണ്. ഇപ്പൊ മീനിങ് മനസ്സിലായി അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? നമ്പറുകൾ യൂസ് ചെയ്തുകൊണ്ട് ഓരോ ഡാറ്റാസിനെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കളക്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. എന്താണ് സംഭവം, ഈ റിസർച്ചിലൂടെ എന്താണ് നമുക്ക് കിട്ടിയത് എന്ന് അനലൈസ് ചെയ്ത് ഇന്റർപ്രിട്ടേഷൻ നടത്തും. അത് കഴിഞ്ഞിട്ട് അത് ബാക്കിയുള്ള ജനറലൈസ് ചെയ്യും പോപ്പുലേഷനിലേക്ക്. റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച്. റിസർച്ചിൽ എന്താണ് സ്റ്റാറ്റിന്റെ റോൾ എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റേറ്റീവ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്. രണ്ട് ടൈപ്പാണ് റിസർച്ച് ഉള്ളത്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്പറുകളായി ബന്ധപ്പെടാത്ത ഒരു ടൈപ്പ് റിസർച്ച് ആണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ ക്വാണ്ടിറ്റി എന്നുള്ളത്. അത് എന്താണ്, നമ്പറുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റിസർച്ച് മേഖലയാണ്. കറക്റ്റ് ഡാറ്റ ഫ്രം സർവേസ് ഓർ എക്സ്പെരിമെന്റ്സ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസിലൂടെ റിസർച്ച് ചെയ്യുമ്പോൾ സർവേസ് നടത്തും, എക്സ്പെരിമെന്റ്സ് നടത്തും. എക്സ്പെരിമെന്റ് ഒരുപാട് തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ ഉണ്ട്. ആ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തും എന്തിന്, റിസർച്ചിൽ ഓരോ വിഷയങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യും. ഓർഗനൈസസ് ഡാറ്റ ടു മേക്ക് ഇറ്റ് ഈസി ടു റീഡ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്ത് നമ്പറൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ റിസർച്ച് നടത്തുമ്പോൾ അത് ഇങ്ങനെ എഴുതി പോലല്ല, അതിനെ ടേബിൾസ് ഒക്കെ വരച്ച് നല്ല കണക്കുകളൊക്കെ കൃത്യമായി ഈസിയായി സിമ്പിളായി വിശദീകരിക്കാനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. അനലൈസസ് ഡാറ്റ ടു ഫൈൻഡ് പാറ്റേൺസ് ആൻഡ് റിലേഷൻഷിപ്സ്. ഓരോ ഡാറ്റകളും തമ്മിൽ, ഓരോ വിഷയങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും, ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ വിശദീകരിച്ചു തരാം. അപ്പൊ രണ്ട് വേരിയബിൾ തമ്മിലുള്ള ബന്ധങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. കോറിലേഷൻ സ്റ്റഡി എന്ന് പറയും. ഒരു കാര്യം മറ്റൊരു കാര്യത്തെ പ്രചോദിപ്പിക്കുന്നുണ്ടോ, ഒരു കാര്യം കൂടുമ്പോൾ മറ്റൊരു കാര്യം കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു കാര്യം കൂടുമ്പോൾ മറ്റൊരു കാര്യം കുറയുന്നുണ്ടോ എന്നത് നോക്കും. ഒരു ഉദാഹരണം പറയാം. ഹെൽത്ത് കെയർ ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ഹെൽത്ത് കെയർ ചെയ്യുന്നതനുസരിച്ചിട്ട് രോഗം കുറയുന്നുണ്ടോ എന്ന് നോക്കും. ഇത് രണ്ട് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ എന്ത് കണ്ടെത്തി, ഹെൽത്ത് കെയർ കൂടുന്നതനുസരിച്ചിട്ട് രോഗം കുറയും. അതൊരു നെഗറ്റീവ് കോറിലേഷൻ ആണ്. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നൊന്നും അല്ല, ഉണ്ട് എന്നാണ്. പക്ഷെ ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയും. പിന്നെ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ഈ കാര്യം. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. പഠിക്കുന്ന സമയം 5 മണിക്കൂർ പഠിക്കുന്ന കുട്ടി കൂടുതൽ മാർക്ക് നേടാൻ സാധ്യതയുണ്ട്. അപ്പൊ പഠിക്കുന്ന മണിക്കൂർ കൂടുന്നതനുസരിച്ചിട്ട് മാർക്ക് കൂടും. ഒരു കാര്യം കൂടും, മറ്റൊരു കാര്യം കൂടും. അതാണ് പോസിറ്റീവ് കോറിലേഷൻ. ഇതൊക്കെ റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ്.
രണ്ട് വേരിയബിൾ തമ്മിലുള്ളത്. പിന്നെ ഹെൽപ്സ് കൺക്ലൂഡ് വെദർ എ ഹൈപ്പോത്തസിസ് ഇസ് റൈറ്റ് ഓർ റോങ്. ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൈപ്പോത്തസിസ്. എന്താണ് ഹൈപ്പോത്തസിസ്? ഒരു റിസർച്ച് നടത്തുമ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് വെക്കും, ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസംഷൻ ആയിരിക്കും, അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. രണ്ട് വേരിയബിൾ തമ്മിൽ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റഡി ഹവേഴ്സ് കൂടുന്നതനുസരിച്ചിട്ട് കുട്ടികളുടെ ഗ്രേഡ് കൂടാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചു. ഒരു റിസർച്ച് നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ അതിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോത്തസിസ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒറ്റ വാക്യം കൊണ്ട് പറയണം എന്നാണ് സ്റ്റാറ്റിന്റെ നിയമം. ഹൈപ്പോത്തസിസ് പറയുമ്പോൾ മനസ്സിലായില്ല? ഹൈപ്പോത്തസിസ് എന്താണ്? ഒരു അസംഷനാണ്. ഇന്ന കാര്യം കൂടുമ്പോൾ മറ്റത് കൂടും, ഇന്ന കാര്യം കൂടുമ്പോൾ മറ്റത് കുറയും, അല്ലെങ്കിൽ ഇന്ന കാര്യം കുറയുമ്പോൾ മറ്റത് കൂടും. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്സോ അല്ലെങ്കിൽ വേറെ എന്തു വിഷയമായിക്കോട്ടെ, റിസർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന എന്തൊരു വിഷയം, ഏതൊരു വിഷയമാണെങ്കിലും അത് പ്രെഡിക്റ്റ് ചെയ്യുക. ഇന്ന റിസർച്ചിലൂടെ ഞാൻ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് ഇന്ന രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെയാണ് എന്ന് പ്രെഡിക്റ്റ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ല, അതിനാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ? ഞാൻ പറയുന്ന ഹൈപ്പോത്തസിസ്, എൻ്റെ റിസർച്ചിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഹൈപ്പോത്തസിസ് എത്രത്തോളം ശരിയാണ്, എത്രത്തോളം ശരിയല്ല എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റ് യൂസ് ചെയ്യും. അപ്പൊ നമ്പേഴ്സുകളിലൂടെ ഡാറ്റാസ് കളക്ട് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഒരു നമുക്കൊരു റിസർച്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഹൈപ്പോത്തസിസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിലുള്ളതാണ് ഹൈപ്പോത്തസിസ്. ഒന്ന് നൽ ഹൈപ്പോത്തസിസ് ഉണ്ട്, പിന്നെ ഒന്ന് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ട്. നൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഒരു ഉദാഹരണത്തിന് സ്റ്റഡി ഹൗസ് കൂടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഹൈപ്പോത്തസിസ്. എൻ്റെ ഹൈപ്പോത്തസിസിനെ നിഷേധിക്കുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ് നൽ ഹൈപ്പോത്തസിസ്. അത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ അസ്യൂം ചെയ്യുന്ന ഒരു ഹൈപ്പോത്തസിസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. സ്റ്റഡി ഹവേഴ്സും ഗ്രേഡും തമ്മിലൊരു ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ് നൽ ഹൈപ്പോത്തസിസ്. നല്ലെന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നൽ ഹൈപ്പോത്തസിസിന് വിരോധമായിട്ടുള്ളതാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അതാണ് നാം സ്റ്റഡി നടത്താൻ ഉദ്ദേശിക്കുന്ന വിഷയം, അത് തമ്മിലുള്ള ബന്ധം, ഇന്നത് കൂടിയ ഇന്നത് കൂടും എന്നുള്ള ഒരു അസ്യൂം ചെയ്യുന്നുണ്ടല്ലോ, അതിനാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര വിധമുണ്ട്? ഹൈപ്പോത്തസിസ് രണ്ടെണ്ണം ഉണ്ട്, നൽ ഹൈപ്പോത്തസിസ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അപ്പൊ ഹൈപ്പോത്തസിസ് ശരിയാണോ അല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റ് യൂസ് ചെയ്യും. എക്സാമ്പിൾ നോക്കാലോ. റിസർച്ചിങ് ഇഫ് ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇംപ്രൂവ്സ് മെമ്മറി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാർക്കാണോ കൂടുതൽ മെമ്മറി ഉണ്ടാവുക, കഴിക്കാത്ത ആൾക്കാർക്കാണോ കൂടുതൽ മെമ്മറി ഉണ്ടാവുക എന്ന സ്റ്റാറ്റ് ചെയ്ത് ഉപയോഗിച്ച് നമുക്ക് നോക്കാൻ പറ്റും. സർവേ നടത്താം, എക്സ്പെരിമെന്റ് നടത്താം. ഒരു 2000 ആൾക്കാരെ സെലക്ട് ചെയ്യാം, അതിൽ കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാക്കുക, എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ് അപ്ലൈ ചെയ്യപ്പെടാത്ത ഒരു ഗ്രൂപ്പാണ്. അവരും എക്സ്പെരിമെന്റ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പ് തമ്മിലുള്ള വ്യത്യാസം നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ എക്സ്പെരിമെന്റ് നടത്തപ്പെടുന്ന ഗ്രൂപ്പിന് ഇങ്ങനെ പരീക്ഷിക്കും. ചില ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. എക്സ്പെരിമെന്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. എക്സ്പെരിമെന്റിൽ ഇല്ലാത്ത കൺട്രോൾ ഗ്രൂപ്പിലുള്ള ആൾക്കാർ കഴിക്കാത്ത ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കാം. എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 1000 ആൾക്കാരെ സെലക്ട് ചെയ്തു. എന്നിട്ട് അവർക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് കൺട്രോൾ ഗ്രൂപ്പ് എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ എക്സ്പെരിമെന്റ് ഗ്രൂപ്പിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആൾക്കാരെ കുറച്ചു കാലം ഇങ്ങനെ റിസർച്ച് ചെയ്ത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കും. കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അതാണ്. അപ്പൊ എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് ഉണ്ട്, കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ട്. മറ്റൊന്ന് സർവേയിങ് ഇഫ് ഓൺലൈൻ ക്ലാസ്സസ് ആർ ലൈക്ക് ഇറ്റ് മോർ ദാൻ ക്ലാസ് റൂം ക്ലാസ്സസ്. കുട്ടികളെ റിസർച്ച് ചെയ്ത് നോക്കുക, ഓൺലൈൻ ക്ലാസ്സസ് ആണ് കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ക്ലാസ് റൂം ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണോ, അങ്ങനെ റിസർച്ച് ചെയ്ത് നോക്കുക. കൂടുതൽ കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് ചില കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരിക്കാം, ചില കുട്ടികൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരിക്കാം. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സും ഉണ്ടാവാം. പിന്നെ ലിമിറ്റേഷൻസ് ആൻഡ് മിസ്ഇൻറ്റർപ്രിറ്റേഷൻസ്. ഈ സ്റ്റാറ്റിങ്ങിനെ ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും, എല്ലാത്തിൻ്റെയും മിസ്ഇൻറ്റർപ്രിറ്റേഷൻ ഉണ്ടാവും. സ്റ്റാറ്റിക്കും അങ്ങനെയാണ്. ലിമിറ്റഡ് ബൈ റോങ് ഡാറ്റ കളക്ഷൻ. ചിലപ്പോൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ ചിലപ്പോൾ ഡാറ്റാസ് കളക്ട് ചെയ്തത് റോങ് ആയിരിക്കാം, ചിലപ്പോൾ ബയാസ് ഉണ്ടായിരിക്കാം. ഒരു പോപ്പുലേഷനിൽ നിന്ന് റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ സാമ്പിൾ എടുക്കും, ആ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് അത് ജനറലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അടിപൊളിയായിട്ടുള്ള റിസർച്ച്, വാലിഡ് ആയിട്ടുള്ള റിസർച്ച്. ചിലപ്പോൾ ബയാസ് വരാം,
ചിലപ്പോൾ ഈ റിസർച്ച് നടത്തുമ്പോൾ സെലക്ട് ചെയ്യപ്പെട്ട സാമ്പിൾ ചെറിയ സാമ്പിൾ ആയിരിക്കാം. ആ സാമ്പിൾ സെലക്ട് ചെയ്യപ്പെട്ട ആൾക്കാർക്ക് വേറെ ഒരുപാട് ഫാക്ടേഴ്സ്, ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ റിസർച്ചിനെ അത് ബാധിക്കും. അങ്ങനെ ബാധിച്ചിട്ട് റിസർച്ച് ഒക്കെ ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കണക്കൊക്കെ നോക്കി അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റാറ്റി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും, റിസർച്ച് തെറ്റിയിട്ടുണ്ടാവാം. അപ്പൊ ഇതൊരു ലിമിറ്റേഷൻ ആണ്, സ്റ്റാറ്റിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. റോങ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നത്. സ്റ്റാറ്റിന്റെ പണി എന്താ? ഡാറ്റ കളക്ട് ചെയ്യാന്നുള്ളതാണ്. ചിലപ്പോൾ റോങ് ആയിട്ടുള്ള റിസർച്ച് വരാം. സ്റ്റാറ്റ് തെറ്റായിരിക്കൂല, റിസർച്ച് തെറ്റായിരിക്കും. അത് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് കറക്റ്റ് ചെയ്യാനൊന്നും പറ്റൂല, അതൊരു ലിമിറ്റേഷൻ ആണ്. പിന്നെ മിസ്ലീഡിങ് പ്രസന്റേഷൻസ്, ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ് ക്യാൻ ബി മേഡ് ടു ട്രിക്ക് പീപ്പിൾ. ഒരു കമ്പനിയിൽ ബോസിന് മുമ്പിൽ വഴക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഗ്രാഫ്സ്, ചാർട്ട്സ് ഒക്കെ മാറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ട് ട്രിക്കി ആയിട്ടുള്ള പ്രസന്റേഷൻ ഒക്കെ നടത്താനും ചിലപ്പോൾ സാധ്യത ഉണ്ട്. ഗ്രാഫ്സ് ഒക്കെ യൂസ് ചെയ്യല്ലോ ആൾക്കാരെ പ്രസന്റ് ചെയ്യുമ്പോൾ, ഒരു ചാർട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈസി ആയിട്ട് പ്രസന്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ മിസ്ലീഡ് ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. പിന്നൊന്ന് cannot explain why always, only shows what is happening. എന്താണ് ഈ റിസർച്ചിലുള്ളതെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കും, എന്തുകൊണ്ടാണെന്ന് കാണിക്കൂല. എന്താണുള്ളത്, എന്താണ് ഈ റിസർച്ച് കൊണ്ട്, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്ത റിസർച്ച് എന്താണെന്ന് കാണിക്കും. എന്തുകൊണ്ട് ഈ റിസർച്ച് തമ്മിൽ ഇങ്ങനെയായി എന്നൊന്നും കാണിക്കൂല. നോട്ട് ആൾവേസ് വൈ. പിന്നെ എക്സാമ്പിൾ നോക്കാലോ. സേയിങ് മെഡിസിൻ വർക്ക്സ് ബേസ്ഡ് ഓൺലി ഓൺ 10 people. ഒരു ഡോക്ടേഴ്സ് എന്ത് ചെയ്തു, സയന്റിസ്റ്റ്സ് ഒക്കെ കൂടിയിട്ട് ഒരു മെഡിസിൻ ഡെവലപ്പ് ചെയ്തു. എന്തെങ്കിലും ഒരു രോഗത്തിനുള്ള മെഡിസിൻ ആണ് ഡെവലപ്പ് ചെയ്തിട്ട് അത് ആൾക്കാർക്ക് ഉപകാരപ്രദമാവുന്നുണ്ടോ ഇല്ല നോക്കാൻ വേണ്ടിയിട്ട് വെറും 10 ആൾക്കാരെ സെലക്ട് ചെയ്ത് 10 ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വെറും 10 ആൾക്കാർക്ക് മാത്രം അത് യൂസ്ഫുൾ ആയത് കൊണ്ട് ബാക്കിയുള്ള ജനങ്ങൾക്കും അത് യൂസ്ഫുൾ ആവും എന്ന് പറയാൻ പറ്റൂല. അപ്പൊ സാമ്പിൾ ചെറിയ സാമ്പിൾ എടുത്താൽ അത് ജനറലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എത്രത്തോളം സാമ്പിൾ കൂടുന്നു അത്രത്തോളം പോപ്പുലേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു മെഡിസിൻ ഡെവലപ്പ് ചെയ്താൽ ഒരു 1 ലക്ഷം, ചുരുങ്ങിയത് 1 ലക്ഷം 2 ലക്ഷം ആൾക്കാർക്ക് അതിന്റെ ഫലം, അത് അവരെ രോഗം മാറ്റുന്നുണ്ടോ എന്ന് നോക്കണം. വെറും 10 ആൾക്കാർക്ക് ചെയ്തുകൊണ്ട് അതിന്റെ റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ലിമിറ്റേഷനും മിസ്ഇന്റർപ്രിട്ടേഷനും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഷോയിങ് ഓൺലി എ പാർട്ട് ഓഫ് എ ഗ്രാഫ് ടു മേക്ക് എ കമ്പനി ലുക്ക് ബെറ്റർ. ചിലപ്പോൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള, മിസ്പ്രസന്റ് ചെയ്തിട്ടുള്ള ഗ്രാഫ്സ് ഒക്കെ വെച്ചിട്ട് ഈ കമ്പനി ഇതിന്റെ പ്രോഫിറ്റ്സും ലോസും ഒക്കെ തമ്മിൽ തെറ്റായ രീതിയിൽ പ്രസന്റ് ചെയ്തിട്ട് കമ്പനി ഉഷാറാണെന്ന് കാണിക്കാനൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ലിമിറ്റേഷൻസും മിസ്ഇന്റർപ്രിട്ടേഷൻസും ആണ്. പിന്നെ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനമായും 4 സ്കെയിലുകൾ വെച്ചിട്ടാണ് റിസർച്ച് ചെയ്യുക. ഒന്ന് നോമിനൽ സ്കെയില്, ഓർഡിനൽ സ്കെയില്, ഇന്റർവെൽ സ്കെയില്, റേഷ്യോ സ്കെയിൽ. എന്താണ് നോമിനൽ സ്കെയില്? നോമിനൽ സ്കെയിൽ യൂസ് ചെയ്യുന്നത് കാറ്റഗറീസ് തമ്മിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജെൻഡർ ഒരു കാറ്റഗറിയാണ്. ജെൻഡർ എന്ന് പറയുന്ന ഒരു ഓർഡർ അല്ല. കുറച്ചു കാലം ആണായി ഇങ്ങനെ പെണ്ണായി, അതൊരു ഓർഡർ അല്ലല്ലോ, അതൊരു 2 കാറ്റഗറീസ് ആണ്. ഐ കളർ ഒരു കാറ്റഗറിയാണ്. ബ്ലൂ കളറുള്ള ഐ ഉള്ള ആൾക്കാരുണ്ടാവും, ബ്രൗൺ ഉള്ള ഐ ഉള്ള ആൾക്കാരുണ്ടാവും, ബ്ലാക്ക് ഉള്ള ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ഓരോ കാറ്റഗറികളാണ്, ഓരോരോ വ്യത്യസ്ത രീതിയിലുള്ള കാറ്റഗറികളാണ്. ഫുഡ് അങ്ങനെയാണ്. ബിരിയാണി വേറൊരു കാറ്റഗറിയാണ്, നെയ്ച്ചോറ് വേറൊരു കാറ്റഗറിയാണ്, പൊറോട്ട, ഓരോ കാറ്റഗറിയാണ്. ജെൻഡർ ഒരു കാറ്റഗറിയാണ്, മെയിൽ ഒരു കാറ്റഗറി, ഫീമെയിൽ ഒരു കാറ്റഗറി. ഇങ്ങനത്തെ കാറ്റഗറി ആയിട്ടുള്ള കാര്യങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് നോമിനൽ സ്കെയിൽ. പിന്നെ ഓർഡിനൽ സ്കെയിൽ ഉണ്ട്. ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഓരോ ഓർഡർ ഉണ്ടാവും. അതിന് ഫസ്റ്റ് റാങ്ക് ഉണ്ടാവും, അതിന്റെ തൊട്ടതായ സെക്കൻഡ് റാങ്ക് ഉണ്ടാവും, തേർഡ് റാങ്ക് ഉണ്ടാവും, ഫോർത്ത് റാങ്ക് ഉണ്ടാവും, ഫിഫ്ത്ത്, ഇങ്ങനെ ഓരോ ഓർഡർ ഉണ്ടാവും, ഒരു ഹിയറാർക്കി ഉണ്ടാവും. പക്ഷെ ഓർഡിനൽ സ്കെയിലുള്ള ഹിയറാർക്കി ചിലപ്പോൾ ഗ്യാപ്സ് അൺനോൺ ആയിരിക്കും. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്കാർക്ക് ചിലപ്പോൾ 95% ഉണ്ടാവാൻ മാർക്ക്. സെക്കൻഡ് റാങ്ക് കിട്ടിയ ആൾക്ക് ചിലപ്പോൾ 95 ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഒരു ഓർഡർ ഉണ്ടാവില്ല. 90, 95, 90, 85, 80, അങ്ങനെ ഗ്യാപ്പ്, അങ്ങനെ ഒരു അറിയപ്പെടുന്ന ഒരു ഗ്യാപ്പ് ഓർഡിനൽ സ്കെയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ സെക്കൻഡ് റാങ്ക് കിട്ടിയ ആൾക്ക് ചിലപ്പോ 70 മാർക്ക് ആയിരിക്കാം, തേർഡ് റാങ്ക് കിട്ടിയ ആൾക്ക് ചിലപ്പോൾ 69 ആയിരിക്കാം മാർക്ക്. അങ്ങനെ ഒരു ഗ്യാപ്പ് തമ്മിലുള്ള ഒരു കറക്റ്റ് ഓർഡർ ഉണ്ടാവില്ല, ഗ്യാപ്പ് അൺനോൺ ആയിരിക്കും ഓർഡിനൽ സ്കെയിൽ. ഇന്റർവെൽ സ്കെയിൽ അങ്ങനെയല്ല, ഗ്യാപ്പ് കറക്റ്റ് അറിയുന്നുണ്ടാവും, ഓർഡർ ആൻഡ് ഈക്വൽ ഗ്യാപ്സ് ആയിരിക്കും, നോ ട്രൂ സീറോ. അത് ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഈക്വൽ ഗ്യാപ്പ് ആയിരിക്കും. ഇപ്പോ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് എന്തായിരിക്കും 95 മാർക്കാണെങ്കിൽ സെക്കൻഡ് കിട്ടിയ ആൾക്ക് 90,
തേർഡ് കിട്ടിയ ആൾക്ക് 85, ഫോർത്ത് കിട്ടിയ ആൾക്ക് 80. ഇങ്ങനെ കറക്റ്റ് ഒരു ഓർഡർ ആയിട്ടുള്ള അറിയപ്പെടുന്ന ഒരു ഗ്യാപ്പ് ആയിരിക്കും എന്തിനുണ്ടാവുക, ഇന്റർവെൽ സ്കെയിലിന് ഉണ്ടാവുക. നോ ട്രൂ സീറോ എന്ന് പറഞ്ഞാൽ ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു സീറോ ഉണ്ടാവില്ല ഇന്റർവെൽ സ്കെയിൽസിന്. ടെമ്പറേച്ചർക്ക് ഒരു ഉദാഹരണമാണ്. ഇപ്പൊ ടെമ്പറേച്ചർ നോക്കുമ്പോൾ ചിലപ്പോൾ സീറോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. സീറോ എന്നുള്ളത് ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ട്രൂ സീറോ അല്ല. സീറോ എന്നുള്ളത് ഒരു ടെമ്പറേച്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പറേച്ചർ ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പറേച്ചർ ആണ്. അതിന്റെ താഴെയും ഇതുണ്ടാവും. -1 ടെമ്പറേച്ചർ ഉണ്ടാവും, നല്ല തണുപ്പുണ്ടാവും. -2 ടെമ്പറേച്ചർ ഉണ്ടാവും, അതും നല്ല തണുപ്പുണ്ടാവും. അപ്പൊ 0 എന്നുള്ളത് ചൂടിന്റെയും ഓരോ ടെമ്പറേച്ചറിന്റെ ഒരു ഭാഗമാണ്. അതൊരു 0 എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പായിട്ടൊരു 0 എന്നുള്ള ഉള്ളതല്ല, ഒരു അബ്സല്യൂട്ട് സീറോ അല്ല, ഒരു ട്രൂ സീറോ അല്ല. അതൊരു ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു സീറോ ആണ്. നാലാമത്തത് റേഷ്യോ സ്കെയിലാണ്. ഇത് ഓർഡർ ഉണ്ടാവും, ഈക്വൽ ഗ്യാപ്പും ഉണ്ടാവും, പക്ഷെ ട്രൂ അബ്സല്യൂട്ട് സീറോ ആയിരിക്കും ഉണ്ടാവും. വെയിറ്റ്, ഹൈറ്റ് ഒക്കെ അതിനൊരു ഉദാഹരണമാണ്. 0 വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വെയിറ്റ് ഇല്ല എന്ന് തന്നെയാണ്, ടെമ്പറേച്ചർ പോലല്ല. 0 ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഉണ്ട്, അവിടെ ഒരു ടെമ്പറേച്ചർ സ്ഥിതി ചെയ്യുന്നുണ്ട്, തണുപ്പായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ അവിടെ ഉണ്ട് എന്ന് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. 0 ടെമ്പറേച്ചർ, ഞാൻ കശ്മീരിലേക്ക് പോയി, അവിടെ 0 ടെമ്പറേച്ചർ ആണ്, എന്താ ടെമ്പറേച്ചർ ഇല്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, ഒരു ടെമ്പറേച്ചർ ഉണ്ട്, നല്ല തണുപ്പുള്ള ടെമ്പറേച്ചർ ആണ്. റേഷ്യോ സ്കെയിൽ അങ്ങനെയല്ല. ഞാൻ 0 വെയിറ്റ് ആണെന്ന് പറഞ്ഞാൽ 0 വെയിറ്റ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ ഹൈറ്റ് 0 എന്ന് പറഞ്ഞാൽ എന്താ, അതിനൊരു അർത്ഥമില്ല, ഞാൻ ഹൈറ്റ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് റേഷ്യോ സ്കെയിലും ഇന്റർവെൽ സ്കെയിലും തമ്മിലുള്ള വ്യത്യാസം. ഉദാഹരണം നോക്കാലോ. നോമിനൽ സ്കെയിലിന് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ഓരോ കാറ്റഗറിയാണ്. ആപ്പിൾ വേറെ കാറ്റഗറിയാണ്, ബനാന വേറൊരു കാറ്റഗറിയാണ്, ഓറഞ്ച് വേറൊരു കാറ്റഗറിയാണ്. പിന്നെ ഓർഡിനൽ സ്കെയിൽ മൂവി റേറ്റിംഗ്, ഒരു മൂവി റേറ്റ് ചെയ്യുമ്പോൾ ഇത് നല്ല മൂവിയാണോ, അല്ലെങ്കിൽ ഒരു കാര്യം റേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബുക്കിനെ റേറ്റ് ചെയ്യും. ഇന്നാളെ എഴുതിയ ബുക്ക്, ഇത് അടിപൊളിയാണ്. ഈ റിവ്യൂ ഒക്കെ കൊടുക്കാനുണ്ടാവും, 5 സ്റ്റാർ, 4 സ്റ്റാർ, 3.5 സ്റ്റാർ, ഇങ്ങനെ സ്റ്റാർ ഒക്കെ കൊടുക്കാനുണ്ടാവില്ല. അതൊരു ഓർഡർ ഉണ്ടാവും. അതിൽപ്പെട്ട ആ ഓർഡർ ഉള്ള ഏത് കാര്യം ആണോ അതൊക്കെ ഓർഡിനൽ സ്കെയിലിൽ വരും. കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നോമിനൽ സ്കെയിലിൽ വരും. ഇത്രേ ഉള്ളൂ. സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ 2 ടൈപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണുള്ളത്, ഇൻഫറൻഷ്യലും ഡിസ്ക്രിപ്റ്റീവും. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യും, സമ്മറൈസ് ചെയ്യും, ഡാറ്റാസിനെ ഡിസ്ക്രൈബ് ചെയ്യും. പേരിലുള്ളത് പോലെ ഡിസ്ക്രൈബ് ചെയ്യലാണ്. മീന്, മീഡിയൻ, മോഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒരു ടെസ്റ്റ് നടത്തി അതിൽ കുട്ടികൾക്ക് ആവറേജ് മാർക്ക് എത്രയാണ് നോക്കും, മീൻ ഉപയോഗിച്ചിട്ട്, സെൻട്രൽ ടെൻഡൻസി ഉപയോഗിച്ചിട്ട്. അതൊക്കെ ചാപ്റ്റർ 3 പഠിക്കാനുള്ളതാണ്. ചാർട്ട്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യും. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്ന ആരുടെ മുകളിലാണ്? എല്ലാ പോപ്പുലേഷന്റെ മുകളിൽ സ്റ്റാറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? എല്ലാ പോപ്പുലേഷനും, മുഴുവൻ കേരളത്തിലുള്ള മുഴുവൻ കുട്ടികളെ നമുക്ക് ഇരുത്തിയിട്ട് റിസർച്ച് നടത്താൻ പറ്റുമോ? ഇല്ല, അത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ കുട്ടികളുടെ ബുദ്ധി പരിശോധിക്കാൻ വേണ്ടിയിട്ട് എംപതി, ഇമോഷണൽ ഇന്റലിജൻസും ഐക്യൂം ഇക്യൂം, ഇന്റലിജന്റ് കോഷ്യന്റും ഇമോഷണൽ കോഷ്യന്റും നോക്കാൻ വേണ്ടിയിട്ട്, കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റഡി നടത്താൻ ഉദ്ദേശിച്ചാൽ കേരളത്തിലെ കുട്ടികൾക്ക് എത്രത്തോളം ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ട്, എത്രത്തോളം വേറെ നോർമൽ ഇന്റലിജൻസ് ഉണ്ട് എന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ കേരളത്തിലെ മുഴുവൻ കുട്ടികളെ നമുക്ക് ഇരുത്തി അങ്ങനെ നടത്താൻ പറ്റൂല. അപ്പൊ കേരളത്തിലെ കുറച്ച് സ്കൂളുകളിൽ നിന്ന് കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്ത് അവരുടെ മേലെ റിസർച്ച് നടത്തും. ആ റിസർച്ച് നടത്തുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യും. അതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. സാമ്പിളിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ ഈ ഉപയോഗിച്ച സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് റിസൾട്ട് വരുമല്ലോ, ആ റിസൾട്ട് ബാക്കിയുള്ള പോപ്പുലേഷനിലേക്ക് ജനറലൈസ് ചെയ്യുമ്പോൾ പാരാമീറ്റർ ആണ് ഉപയോഗിക്കുക. പാരാമെട്രിക് ടെസ്റ്റുകൾ ഉണ്ടാവും, നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ പിന്നെ വരുന്നതാണ്, വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറഞ്ഞ പോലെ മേക്സ് പ്രെഡിക്ഷൻസ് ആൻഡ് ഡെസിഷൻസ് ബേസ്ഡ് ഓൺ സാമ്പിൾ ഡാറ്റ. ഒരു സാമ്പിളിൽ റിസർച്ച് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടുകളെ പ്രെഡിക്റ്റ് ചെയ്യും, പോപ്പുലേഷനെ വെച്ച് നോക്കിയിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യും, ബാക്കിയുള്ള ജനങ്ങളിലേക്ക്, ബാക്കിയുള്ള സ്റ്റുഡൻസുകളിലേക്ക് അപ്ലൈ ചെയ്യും, ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. അതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. ഫൈൻഡിങ് ആവറേജ് ഹൈറ്റ് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസ്സിൽ ആവറേജ് ആയിട്ടുള്ള ഹൈറ്റ്, 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് ആയിട്ടുള്ള ഹൈറ്റ് എത്രയാണ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു റിസർച്ച് നടത്തി. അപ്പൊ ഓരോ ഹൈറ്റ് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാർ ഏത് ഹൈറ്റുമ്മലാണ് ഉള്ളത് ആ ഹൈറ്റ് ആയിരിക്കും ആവറേജ് ഹൈറ്റ്. ചിലപ്പോൾ ഹൈറ്റ് തീരെ കുറഞ്ഞ ആൾക്കാരുണ്ടാവും, ഹൈറ്റ് നല്ലോണം കൂടിയ ആൾക്കാരുണ്ടാവും. പക്ഷെ കൂടുതൽ ആൾക്കാരും
ഒരു പ്രത്യേകിച്ച് കുറച്ച് ഒരു ഹൈറ്റിന്റെ മുകളിലേക്ക് ഉണ്ടാവുക അല്ലെ. എക്സാം നടത്തിയാൽ വളരെ കുറവ് മാർക്ക് കിട്ടിയ കുറച്ച് കുട്ടികൾ ഉണ്ടാവുള്ളൂ, വളരെ കൂടുതൽ മാർക്ക് കിട്ടിയ കുറച്ച് കുട്ടികൾ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു മാർക്കിലേക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയി കിടക്കുന്നുണ്ടാവും. അതാണ് ആവറേജ് ഹൈറ്റ് ഒരു ക്ലാസ്സിലെ. പിന്നെ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതന്നെ ഇത് വേറെ ഉദാഹരണമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഹൈറ്റ് ഒരു ക്ലാസ്സിലെ അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളിലെ ഒരുപാട് സ്കൂളുകളിലെ ഉദാഹരണത്തിന് 10ാം ക്ലാസ്സിലെ കുട്ടികളെ ഹൈറ്റ് ഇങ്ങനെ ഒരു 50 സ്കൂളുകളിലെ കുട്ടികളുടെ ഹൈറ്റ് ഒക്കെ പരിശോധിച്ച് എന്നിട്ട് അതെന്ത് ചെയ്യും, ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയി മാറ്റും. അതായത് കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലെ 10ാം ക്ലാസ്സുകളിലെ കുട്ടികളുടെ ഹൈറ്റ് ഡാഷ് ആണ്, ഇന്നതാണ് എന്ന് ഒരു ഡിസിഷൻ നാം തീരുമാനം എടുക്കും, ഒരു പ്രെഡിക്റ്റ് ചെയ്യും. അതാണ് ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ മീൻ എന്താ, മീഡിയൻ എന്താ, മോഡ് എന്താന്ന് നാം ചാപ്റ്റർ 3 വിശദീകരിച്ച് പഠിക്കും. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ ആണ്. മീൻ എങ്ങനെയാണ് കണക്കൂട്ടുന്നത്? ഇതില് ഈ ഉദാഹരണം ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. നോക്കി, മീൻ ഇസ് ആവറേജ് വാല്യൂ. അതൊരു ആവറേജ് വാല്യൂ ആണ്. മീൻ എങ്ങനെ കണക്കൂട്ട? മീന് ഈ ഏതൊക്കെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ടെസ്റ്റ് നടത്തിയിട്ട് അതിന്റെ സ്കോറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 60, 70, 80 3 കുട്ടികളുടെ 3 സ്കോറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ആവറേജ് എത്ര നോക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? ആവറേജ് എത്ര? 70 തന്നെ അല്ലേ? 70 ഒരു 25 കുട്ടികളെ മാർക്കാണെന്ന് വിചാരിക്കാം. 10 കുട്ടികൾ 60 മാർക്ക് എടുത്തു, പിന്നെ കുറച്ച് കുട്ടികൾ ഒരു 5 കുട്ടികൾ 80 മാർക്ക് എടുത്ത്, ബാക്കിയുള്ള 10 കുട്ടികൾ 70 മാർക്ക് എടുത്ത്, അല്ലെങ്കിൽ 5 കുട്ടികൾ 60 എടുത്ത്, 5 കുട്ടികൾ 80 എടുത്ത്, ബാക്കിയുള്ള കുട്ടികൾ 70 എടുത്ത്. അതാണ് ആവറേജ്. അപ്പൊ ഈ 3 സ്കോർസിന് എന്ത് ചെയ്യും? ഇങ്ങനെ ഇവിടെ പ്ലസ് ചെയ്യും. പ്ലസ് ചെയ്തിട്ട് ഈ 3 സ്കോറാണുള്ളത്, ഇത് സമ്മയും എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് പോവാ ഇങ്ങനെ 60 + 70 + 80. എന്നിട്ട് എന്ത് ചെയ്യും? നമ്പർ ഓഫ് വാല്യൂസ്, എത്ര വാല്യൂസ് ഉണ്ട്? 1, 60, 70, 80 3 വാല്യൂസ് ഉണ്ട്. അത് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ എത്ര? 70 കിട്ടും. അതാണ് മീന് കണക്കൂട്ടേണ്ട ഒരു മെത്തേഡ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ് മീൻ. അത് ചാപ്റ്റർ 3 വിശദീകരിച്ച് പറയും. മീഡിയന് മിഡിൽ വാല്യൂ കണ്ടെത്തലാണ്. ഒരു ഓർഡർ ആക്കിയിട്ട് അത് വെക്കും, അസെൻഡിങ് ഓർഡർ ആക്കി വെക്കും. ഓർഡർ തെറ്റിട്ടാണ് ഉണ്ടാവുക മാർക്കുകളൊക്കെ. ഇപ്പൊ 40 മാർക്ക് ഉണ്ട്, 50 ഉണ്ട്, 60 ഉണ്ട്. അതൊരു അസെൻഡിങ് ഓർഡറിലാണ് ഉള്ളത്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇങ്ങനെ പോകും. അപ്പൊ മിഡിൽ വാല്യൂ എത്രയാണ്? 50. അതിന് നോക്കും. പിന്നെ ഇപ്പോ ഇത് ഓഡ് ആയിട്ടുണ്ടെങ്കിൽ ഈസിയാണ് മീഡിയൻ കണ്ടെത്താൻ. ഈവൻ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. 30, 40, 50, 60 ഈ 4 മാർക്ക് ഉണ്ട്. അപ്പൊ മീഡിയൻ നോക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഈ നടുവിലുള്ള 2 വാല്യൂസിന് എടുക്കും. ഏറ്റവും മിഡിലുള്ള ഒരു ഡാറ്റാന്റെ ഏറ്റവും മിഡിലുള്ള 2 വാല്യൂസ് എടുത്തിട്ട് അത് തമ്മിൽ പ്ലസ് ചെയ്യും. എന്നിട്ട് 2 വാല്യൂസ് ആണ് എടുത്തത്, 2 ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ എത്ര കിട്ടും? 45 കിട്ടും. അതാണ് ഇതിന്റെ മീഡിയൻ. ഏറ്റവും മിഡിൽ വാല്യൂ ആണ് മീഡിയൻ. ഏറ്റവും ആവറേജ് ആയിട്ടുള്ളതാണ് മീൻ. പിന്നെ മോഡാണുള്ളത്. മോഡ് ഈസ് ദ വാല്യൂ ദാറ്റ് അപ്പിയേഴ്സ് മോസ്റ്റ് ഓഫൻ. കൂടുതലായിട്ട് വരുന്ന ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ, 7, 8, 8, 9. അപ്പൊ ഇതിൽ കൂടുതൽ 2 പ്രാവശ്യം വന്നത് ഏതാ? 8 ആണ്. അതാണ് മോഡ്. ഇത്രേ ഉള്ളൂ. ഡാറ്റ ക്യാൻ ഹാവ് 1 മോഡ് അല്ലെങ്കിൽ നോ മോഡ് ഓർ മെനി മോഡ്സ്. ഒരു മോഡ് ഉണ്ടാവാം. ഇപ്പൊ ഇതൊരു മോഡാണ്, 8, 2, 8 ഉണ്ട്, ഇതൊരു മോഡാണ്. ചിലപ്പോൾ മോഡ് തന്നെ ഉണ്ടാവില്ല, ചിലപ്പോൾ കുറെ മോഡുകൾ ഉണ്ടാവും. ഇപ്പൊ ഈ ഡബിൾ ഇതുണ്ട്, മോഡ് ഉണ്ട്. 2 20 ഉണ്ട്, 2 30 ഉണ്ട്. അപ്പൊ മോഡ്സ് ഏതൊക്കെ? 20 + 30. അതാണ്. ഇത്രയേ ഉള്ളൂ. 1ാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയാണ്. പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ കാണിച്ചു, ഒരു മിനിറ്റ്. അപ്പൊ 1ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന വേറെ കാര്യങ്ങളാണ്. ഹൈപ്പോതെസിസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വാരിയബിൾസിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഏത് രീതിയിലൊക്കെ ഉള്ള വാരിയബിൾസ് ഉണ്ട് നോക്കാം. ടൈപ്സ് ഓഫ് വാരിയബിൾസ് 2 ടൈപ്പ് ആയിട്ടുള്ള
പ്രധാനമായും വേരിയബിൾസ് ആണ് ഉള്ളത്. പ്രധാനമായും അതിൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ക്യാൻ ടേക്ക് ഓൺ ഡിഫറെന്റ് വാല്യൂസ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേരിയബിൾ റിസർച്ചർ മാനിപ്പുലേറ്റ്സ്. ഒരു ഉദാഹരണം, ഒരു റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചു, പഠന സമയം എക്സാമിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പഠന സമയം എന്നുള്ളത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അത് കൂട്ടാൻ പറ്റും, കുറക്കാനും പറ്റും, അല്ലെ? അപ്പൊ കൂട്ടാനും പറ്റും, കുറക്കാനും പറ്റും. കൂടുതൽ സമയം പഠിച്ചാൽ നല്ല മാർക്ക് ഉണ്ടാവും, കുറവ് സമയം പഠിച്ചാൽ കുറവ് മാർക്ക് ഉണ്ടാവും. ഈ കുറവ് സമയം കൂടുതൽ സമയം എന്നുള്ളത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഹവേഴ്സ് സ്പെൻഡ് സ്റ്റഡിങ് ബിഫോർ എൻ എക്സാം, ഒരു എക്സാമിന് മുമ്പ് എത്ര സമയം പഠിച്ചു എന്നുള്ളത് നമുക്ക് സ്വന്തമായിട്ട് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുന്നതാണ്. നാം ഉദ്ദേശിച്ച ഒരു റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചു, കൂടുതൽ സമയം പഠിക്കുന്ന കുട്ടികൾക്കാണോ മാർക്ക് കൂടുതൽ കിട്ടുക, അല്ലെങ്കിൽ കുറവ് സമയം പഠിക്കുന്ന കുട്ടികൾക്കാണോ? അപ്പോൾ എക്സ്പെരിമെന്റ് നടത്തി. കുറച്ച് കുട്ടികളോട് എന്ത് പറഞ്ഞ്, കുറച്ച് സമയം മാത്രം പഠിച്ചാൽ മതി, കുറച്ച് കുട്ടികളോട് കൂടുതൽ സമയം പഠിക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ഇത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണ് ഈ പഠന സമയം എന്നുള്ളത്, അല്ലെ? അതൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, അത് ഇൻഡിപെൻഡന്റ് ആണ്, അത് നമുക്ക് മാറ്റാനും മാറ്റാതിരിക്കാനും ഒക്കെ പറ്റും. അതൊന്നിന്റെ മേലും ഡിപ്പെൻഡന്റ് അല്ല. പക്ഷെ ഈ സ്റ്റഡി ഹവേഴ്സിന്റെ മുകളിൽ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഈ ഡിപ്പെൻഡന്റ് വേരിയബിള് ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ മുകളിൽ ഡിപ്പെൻഡ് ആയിരിക്കും. ഹവേഴ്സ് സ്പെൻഡ് സ്റ്റഡിങ് ഫോർ എക്സാം എന്നുള്ളത് എന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾ ആണെങ്കിൽ അത് മാർക്ക് എന്നുള്ളത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. എക്സാം സ്കോഴ്സ്, ഈ എക്സാം സ്കോഴ്സ് എന്താണ്? ഈ ഇതിന്റെ ഹവേഴ്സ് പഠന സമയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പഠന സമയം കൂടുന്നതനുസരിച്ച് എക്സാം മാർക്ക് കൂടും, പഠന സമയം കുറയുന്നതനുസരിച്ച് എക്സാം മാർക്ക് കുറയും. ഈ കുറയപ്പെടുന്ന മാർക്കാണ് എന്ത്? ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾ ബീങ് മെഷേർഡ് ഓർ ഒബ്സർവ്ഡ്. റിസർച്ചർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. പഠന സമയം എന്നുള്ളത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അത് ഒന്നിന്റെ മുകളിലും ഡിപ്പെൻഡന്റ് ആയിട്ട് ഉണ്ടാവില്ല, ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നമുക്ക് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. കൂട്ടിയാലും കുറഞ്ഞാലും ഏതിനാണ് അത് ബാധിക്കുക? എക്സാം സ്കോറിനെയാണ് ബാധിക്കുക. ഈ ബാധിക്കപ്പെടുന്നുണ്ടല്ലോ, അതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ചേഞ്ചസ് ഡിപ്പെൻഡിങ് ഓൺ ഹൗ മച്ച് യു സ്റ്റഡി, എത്ര മണിക്കൂർ പഠിച്ചു എന്നുള്ളതിനനുസരിച്ച് മാറുന്നതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. മനസ്സിലായില്ലേ? പിന്നൊന്നുണ്ട്, ഇത് രണ്ടാണ് മെയിൻ. ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് എന്ത് മെയിൻ ആയിട്ട് ഉള്ള രണ്ട് വേരിയബിൾസ്. അതുപോലാത്ത വേറെ കമ്പൗണ്ടിങ് വേരിയബിൾസ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് വേരിയബിൾസ് ഉണ്ട്. അതിൽപ്പെട്ടതാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ, അൺവാണ്ടഡ് വേരിയബിൾസ് ദാറ്റ് മൈറ്റ് അഫക്ട്സ് റിസൾട്ട്. ഈ പഠന സമയവും എക്സാം സ്കോറുമാണ് നമ്മുടെ റിസർച്ച് ടോപ്പിക്സ്. പക്ഷേ ഈ റിസർച്ചിനെ ബാധിക്കുന്ന വേറെ ചില കാര്യങ്ങൾ ഉണ്ടാവാം. അത് റിസർച്ചിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല, ബട്ട് അത് റിസർച്ചിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ റിസർച്ച് ഫോക്കസ്ഡ് അല്ലാത്ത കാര്യങ്ങളും കൂടിയാണ്. അതിനാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. അൺവാണ്ടഡ് വേരിയബിൾസ് ആണ് ഇത്, ദാറ്റ് മൈറ്റ് അഫക്ട് റിസൾട്ടിനെ ബാധിക്കും. ഇത് നാം പഠിക്കാൻ എക്സാം ഹവേഴ്സ് ഒന്നല്ല, എക്സാം ഹവേഴ്സ് ആണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾ. എക്സാം ഹവേഴ്സ് കൂടുന്നതനുസരിച്ചിട്ട് മാർക്ക് കൂടും എന്നുള്ളതാണ് നമ്മുടെ റിസർച്ച് ടോപ്പിക് ആണെങ്കിൽ, ആ റിസൾട്ടിനെ എക്സാം സ്കോറിനെ ബാധിക്കുന്ന വേറെ കാര്യങ്ങളുണ്ടാവാം. എമൗണ്ട് ഓഫ് സ്ലീപ്പ് ബിഫോർ എക്സാം, ചിലപ്പോൾ എക്സാം നടത്തുമ്പോൾ സ്ലീപ്പ് അത്യാവശ്യം കിട്ടിയിട്ടില്ലെങ്കിൽ എക്സാം മാർക്ക് ചിലപ്പോൾ സ്കോർ കുറയാൻ സാധ്യത ഉണ്ട്, നല്ല ക്ഷീണം ഉണ്ടാവും, ചിലപ്പോൾ എഴുതാൻ കഴിയൂല. അങ്ങനത്തെ കാര്യങ്ങളാണ് ഏത് എക്സ്ട്രേനിയസ് ആയിട്ടുള്ള വേരിയബിള്. പിന്നെ ഡിഫിക്കൽട്ടി ഓഫ് ഡിഫറെന്റ് എക്സാംസ്, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇതും കൺട്രോൾ ചെയ്യാൻ പറ്റും. കറക്റ്റ് നല്ല രീതിയിൽ സ്ലീപ്പൊക്കെ റെഗുലേറ്റ് ചെയ്ത് പോയാൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ ഈ റിസർച്ചിനെ ബാധിക്കുന്ന ചില വേരിയബിൾസ് ഉണ്ടല്ലോ, എക്സ്ട്രേനിയസ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾ പിന്നെ പഠിക്കുന്നതാണ്. ഓക്കെ, മോർ വേരിയബിൾ ടൈപ്സ് ഏതൊക്കെയാണ്? ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, കണ്ടിന്യൂസ് വേരിയബിൾസ്, ഇങ്ങനെ വേരിയബിൾസ് ഒക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആണ് കാറ്റഗറിക്കൽ ആയിട്ടുള്ള വേരിയബിൾസ്. ഡിസ്ക്രൈബ് ക്വാളിറ്റീസിനെ ഡിസ്ക്രൈബ് ചെയ്യും, ആട്രിബ്യൂട്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. സൈക്കോളജി സ്റ്റുഡൻറ് എന്നൊക്കെ പറയുന്നത് ഒരു കാറ്റഗറിയാണ്, എക്കണോമിക് സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്.
സൈക്കോളജി സ്റ്റുഡൻറ്റിലാണോ അല്ലെങ്കിൽ എക്കോണമിക്സ് സ്റ്റുഡൻസിലാണോ പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാവുക എന്ന് റിസർച്ച് നടത്താൻ ഉദ്ദേശിച്ചാൽ ഇത് രണ്ട് കാറ്റഗറീസ് വെച്ചിട്ടാണ് നോക്കാവ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റീസ് ആസ് നമ്പേഴ്സ്, എക്സാം ഹവേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഹവേഴ്സ്, കണക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നടത്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള വാരിയബിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വാരിയബിൾസ് ഉണ്ട്. ക്യാൻ ടേക്ക് എനി വാല്യൂ വിത്തിൻ എ റേഞ്ച്. ഇത് കൗണ്ടഡ് അല്ല, മെഷേർഡ് ആയിട്ടുള്ള വാരിയബിൾ ആണ്. ഇത് ഹൈറ്റ് എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാരിയബിൾ ആണ്. 5.7 അങ്ങനത്തെ ഇതൊരു എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാരിയബിൾ ആണ്. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓരോ ഹൈറ്റ് ഇങ്ങനെ കൂടി പോകും. അത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോകും. വെയിറ്റും അങ്ങനെ തന്നെ ചിലപ്പോൾ കൂടി ഒരു ഓർഡർ ആയിട്ട് കൂടി പോകും, കുറഞ്ഞോണ്ടും വരും. അതൊരു കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സാധനമാണ് കണ്ടിന്യൂസ് വാരിയബിൾ. ഡിസ്ക്രീറ്റ് അങ്ങനെയല്ല. ഇവിടെ നോക്കിയേ, കണ്ടിന്യൂസ് വാരിയബിളിന്റെ ഒരു പ്രത്യേകതയാണ് എന്ത്, ഇതിന്റെ ഇങ്ങനെ പോയിന്റ് ഒക്കെ ഇട്ട് നമുക്ക് എഴുതാൻ പറ്റും. പോയിന്റ് ഇങ്ങനെ ഇട്ട് എഴുതാൻ പറ്റും കണ്ടിന്യൂസ് വാരിയബിൾ. കണ്ടിന്യൂസ് വാരിയബിളിന്റെ ഒരു ഉദാഹരണമാണ് 1 മണിക്കൂർ, അല്ലെങ്കിൽ 1/4 മണിക്കൂർ, 1.5. ഇതൊക്കെ എന്താ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയബിൾ ആണ്. ഇത് അരയാക്കാനും 1/4 മുക്കാലാക്കാനും 10 1 പോയിന്റ് അങ്ങനെ പോയിന്റ് ഇട്ട് എത്ര ആക്കാനും പറ്റുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയബിൾസ്. ഡിസ്ക്രീറ്റ് അങ്ങനെയല്ല. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വാല്യൂസ് ആയിരിക്കും, വോൾ നമ്പേഴ്സ് ആയിരിക്കും, കൗണ്ട് ചെയ്യുന്നതായിരിക്കും, മെഷർ ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ഉദാഹരണത്തിന് നമ്പർ ഓഫ് പെറ്റ്സ് ഓൺഡ്. എത്ര പൂച്ച ഉണ്ടെന്ന് ചോദിച്ചാൽ 2.5 പൂച്ച എന്ന് പറയാൻ പറ്റും. 2.5 മണിക്കൂർ 2.7 അങ്ങനെയൊക്കെ പറയാൻ പറ്റും. 1.5 മണിക്കൂർ 1.4 1:20 1:25 1:25 മണിക്കൂറും 30 സെക്കൻഡ് ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ പറ്റും മണിക്കൂറാണെങ്കിൽ. ഡിസ്ക്രീറ്റ് അങ്ങനെയല്ല. എനിക്ക് 1.5 പൂച്ച ഉണ്ടെന്ന് പറയാൻ പറ്റും, 1.25 പൂച്ച ഉണ്ടെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് സിബ്ലിങ്സ് ഒരു 10 സിബ്ലിങ്സ് ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റും. ഇല്ല, അത് വോൾ നമ്പർ ആയിരിക്കും. 1 സിബ്ലിങ് അല്ലെങ്കിൽ 2 സിബ്ലിങ് അല്ലെങ്കിൽ 3 സിബ്ലിങ് അല്ലെങ്കിൽ 4 സിബ്ലിങ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന വോൾ ആയിട്ടുള്ള നമ്പറാണ്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇങ്ങനെ 1.5 1.25 എന്നൊക്കെ പറയാൻ പറ്റാത്തതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. പിന്നെ 1ാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. ടൈപ്പ് 1 എററിനെ ഫാൾസ് പോസിറ്റീവ് എന്ന് പറയും. ഒരു ഹൈപ്പോത്തസിസ്, നൽ ഹൈപ്പോത്തസിസ് വെച്ചല്ലോ. ഈ നൽ ഹൈപ്പോത്തസിസ് ചിലപ്പോൾ ശരിയായിരിക്കാം. നാം റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, നാം ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ, ഒരു അസംഷൻ വെക്കുമ്പോൾ ആ വെച്ച അസംഷൻ ചിലപ്പോൾ തെറ്റായിരിക്കാം. ആ നാം വെച്ച അസംഷനെ എതിർക്കുന്ന ഒരു നൽ ഹൈപ്പോത്തസിസ് ഉണ്ടല്ലോ, അത് ശരിയായിരിക്കാം. അങ്ങനെ ശരിയായിരിക്കെ നാം റിസർച്ച് നടത്തി, ആ റിസർച്ച് നടത്തിയാൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാലോ. ഈ ടൈപ്പ് 1 എററിനെ ആൽഫ എറർ എന്നും പറയും. ടൈപ്പ് 1 എററിനെ ആൽഫ എറർ എന്നും പറയും. ക്യാമ്പസ് സെക്യൂരിറ്റി സിസ്റ്റം ഫ്ലാഗ്സ് ആൻ ഇന്നോസെന്റ് സ്റ്റുഡന്റ് ആസ് ഹാവിംഗ് cheated on an exam. ഇത് ചിലപ്പോ എന്താണ്, ഇതൊരു ഉദാഹരണമാണ്. ചിലപ്പോ എന്തായിരിക്കും, ഒരു കാര്യം നാം ഉന്നയിക്കുന്ന കാര്യം ശരിയായിക്കൊള്ളണമെന്നില്ല, അതിനെതിരെയുള്ള കാര്യമായിരിക്കും ശരിയായിട്ടുണ്ടാവുക. ഒരു റിസർച്ച് നടത്താൻ ഉദ്ദേശിച്ചാൽ നാം എന്ത് റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചു, എന്തെങ്കിലും ഒരു കാര്യം, ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസർച്ച് നടത്താൻ നാം ഉദ്ദേശിച്ചാൽ നാം ഒരു ഇത് വെക്കൂല, ഹൈപ്പോത്തസിസ്. ആ ഹൈപ്പോത്തസിസിനെതിരെയുള്ള ഒരു വാദം ഉണ്ടാവില്ലേ, വേറൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാവും, അതിനെതിർക്കുന്ന, അതിനാണ് നൽ ഹൈപ്പോത്തസിസ്. അത് ശരിയാണെങ്കിൽ നാം നടത്തിയ റിസർച്ച് തെറ്റാണ്. അപ്പൊ എന്ത് എറർ വരും, ടൈപ്പ് 1 എറർ വരും. ടൈപ്പ് 2 അതിനാണ് ഫാൾസ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ടൈപ്പ് 2 എറർ ആണ് ഫാൾസ് നെഗറ്റീവ്, ഫെയിലിംഗ് ടു റിജക്ട് എ ഫാൾസ് നൽ ഹൈപ്പോത്തസിസ്. ചിലപ്പോൾ നൽ ഹൈപ്പോത്തസിസ് ശരിയാണെന്ന് നാം വെക്കും, പക്ഷെ ആ നൽ ഹൈപ്പോത്തസിസ് തെറ്റായിരിക്കും. നൽ ഹൈപ്പോത്തസിസ് എന്തായിരിക്കും, തെറ്റായിരിക്കും. അങ്ങനെ തെറ്റാണെങ്കിൽ, തെറ്റായിരിക്കെ, നൽ ഹൈപ്പോത്തസിസ് തെറ്റായിരിക്കെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ടൈപ്പ് 2 എറർ. ക്ലൈമിംഗ് there is no effect when there is really effect. ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കെ എഫക്റ്റ് ഇല്ല എന്ന് പറയുന്നത്.
നാം റിസർച്ച് നടത്താൻ ഉദ്ദേശം എന്ത്? ഇന്നത് അത് എഫക്റ്റ് ഉണ്ട്, ഇന്ന കാര്യം, ഇന്ന മരുന്ന് ഇന്ന രോഗത്തിലേക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നാം നമ്മുടെ റിസർച്ചിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചു. അങ്ങനെ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരിക്കെ ഒരു ഒരു അസംഷൻ ഇങ്ങനെ വന്നു, നമ്മുടെ ഇത് എന്താണ് എഫക്റ്റ് ഉണ്ട് എന്നാണല്ലോ, പക്ഷെ ഫെയിലാവും. ഇവിടെ റിജക്ട് ചെയ്യാൻ, ഫാൾസ് നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യാൻ ഫെയിലാവുമ്പോൾ ടൈപ്പ് 2 എറർ വരും. എഫക്റ്റ് ഇല്ല എന്ന് സ്ഥാപിക്കും, പക്ഷെ റിയൽ എന്തുണ്ടാവും? എഫക്റ്റ് ഉണ്ടായിരിക്കും. നാം നടത്താൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഹൈപ്പോത്തസിസ് ശരിയായിരിക്കും, നല്ല ഹൈപ്പോത്തസിസ് തെറ്റായിരിക്കും. അങ്ങനെ എറർ, ടൈപ്പ് 2 എററിനെയാണ് എന്ത് പറയുന്നത്? ബീറ്റ എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താണ് ചാപ്റ്റർ 2. ഇതൊക്കെയാണ് മെയിനായിട്ട് ചാപ്റ്റർ 1 സ്റ്റാറ്റിൻ്റെ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റാറ്റിൻ്റെ സ്കോപ്പ് എന്താ, എന്തൊക്കെയാണ് സ്റ്റാറ്റിൽ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, എന്താണ് അതിൻ്റെ ലിമിറ്റേഷൻസ്, എന്താണ് മിസ്ഇൻറ്റർപ്രിറ്റേഷൻസ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നാം ഇതിൽ ഡിസ്കസ് ചെയ്തു ചാപ്റ്റർ 1. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 1 യൂണിറ്റ് 1. പിന്നെ ബാക്കിയുള്ള യൂണിറ്റ് 2 എടുത്തു കഴിഞ്ഞതാണ്.